പിണ്ടിമന വെറ്റിലപ്പാറയിലെ വീടിനുള്ളിൽ വച്ച് വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവ് ചിറമേൽ ബിജുവാണ് പ്രതിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കയ്യിൽ മാരകമുറിവ് പറ്റി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബിജുവിന്റെ അറസ്റ്റ് ഡിസ്ചാർജായ ശേഷം രേഖപ്പെടുത്തും. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പിന്നീടുണ്ടാകും. സിമിയുമായുള്ള പിടിവലിക്കിടെയാണ് ബിജുവിന്റെ കൈത്തണ്ടയിൽ മുറിവേറ്റതെന്നും വ്യക്തമായിട്ടുണ്ട്. സിമിയുടെ മൃതദേഹം പോലീസ് സർജനാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. കഴുത്തിലെ മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. വെറ്റിലപ്പാറയിൽ ചിറമേൽ സിമിയെ കൊലപ്പെടുത്തിയത് താനല്ലെന്ന് ഭർത്താവ് ബിജു ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബിജു തന്നെയാണ് കൊലപാതകിയെന്ന് വ്യക്തമായത്. മറ്റാർക്കും സംഭവത്തിൽ പങ്കില്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ വഴക്കിനിടെയാണ് കത്തികൊണ്ട് കഴുത്തിന് വെട്ടി ബിജു സിമിയെ കൊലപ്പെടുത്തിയത്. പിടിവലിക്കിടെ ബിജുവിന്റെ കൈത്തണ്ടയിലും പരിക്കേറ്റിരുന്നു. കയ്യിൽ ശസ്ത്രക്രിയയും വേണ്ടിവന്നു. ചികിത്സയിൽ തുടരുന്ന ബിജുവിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ബിജുവിന് പരിക്കേറ്റത് എങ്ങനെയെന്നതിലും പോലീസിന് വ്യക്തതയായിട്ടില്ല. സിമിയെ വെട്ടുന്നതിനിടെ അബദ്ധത്തിൽ കയ്യിൽ വാക്കത്തി കൊണ്ടതാകുമെന്നാണ് ഒരു സംശയം. സിമി ആദ്യം തന്നെ ബിജുവിനെ ആക്രമിക്കുകയായിരുന്നോ എന്ന സാധ്യതയും പോലീസിന്റെ മുമ്പിലുണ്ട്. ബിജുവിന്റെ ചോദ്യം ചെയ്യലിൽ മാത്രമേ സംശയം ദൂരീകരിക്കാൻ കഴിയുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ ദൃക്സാക്ഷികൾ ആരുമില്ല. ദമ്പതികൾ വഴക്കു തുടങ്ങിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരു മകൾ വീടിന് പുറത്തേക്ക് പോയിരുന്നു. വെള്ളിയാഴ്ച ഫോറൻസിക് പരിശോധനാ സംഘവും വിരലടയാള വിദഗ്ധരും സംഭവം നടന്ന വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വീടിനുള്ളിൽ തന്നെയുണ്ടെന്നാണ് വിവരം. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ ശേഷം ബിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. GTV ന്യൂസ്, കോതമംഗലം.